നേപ്പാളിൽ രാജഭരണം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച 50ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാഠ്മണ്ഡുവിലെ ബനേശ്വർ ടിങ്കുനെ മേഖലയിൽ കർഫ്യൂ പിൻവലിച്ചു. വിനിത വിജി വിവരങ്ങളുമായി ചേരുന്നു. വിനിത, രാജഭരണത്തിനെതിരായ സമരങ്ങളെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ രാജഭരണം കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു സമരം നമുക്ക് കേട്ടുകഴിവില്ലാത്തതാണ്. അതൊരു വലിയ പ്രചാരം നേടിയ സമരമായി മാറിയിട്ടില്ല അല്ലേ വിനിത? തീർച്ചയായും ഹാഷ്മി, പക്ഷേ ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ പിന്നീട് ആ പ്രതിഷേധം വലിയൊരു കലാപത്തിലേക്കൊക്കെ വഴിവെച്ചതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു മാധ്യമപ്രവർത്തകരടക്കം 2 പേർ ഇന്നലെ ഈ പ്രതിഷേധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കാഠ്മണ്ഡുവിലെ വിവിധ മേഖലകളിൽ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടിങ്കുനെ ഒപ്പം സിനഗോൾ, കൊടേശ്വർ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഈ സമാധാനം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനും മറ്റുമായി ഈ ഇത്തരത്തിലേക്കുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും ഒക്കെയായി സൈന്യത്തെയും വിന്യസിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ടിങ്കുനയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കർഫ്യൂ അവർ പിൻവലിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെ തന്നെ ഈ പ്രതിഷേധക്കാരിൽ ഏതാണ്ട് 50ഓളം പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഈ പ്രതിഷേധത്തിന് ഈ രാജവാഴ്ച ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സംഘടനകളുടെ നേതാക്കളെ അടക്കം ഇത്തരത്തിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ സംഘടനയുടെ ഈ രാജവാഴ്ച അനുകൂലിച്ച് പ്രതിഷേധം നടത്തിയ സംഘടനയുടെ ഒരു ചീഫ് കോർഡിനേറ്റർ ഉണ്ട്. ആ ചീഫ് കോർഡിനേറ്റർ അദ്ദേഹത്തിന്റെ പേര് നവരാജ് സുബേദി എന്നാണ്. ഈ രാജവാഴ്ച അനുകൂല പ്രസ്ഥാനത്തിന്റെ ചീഫ് കോർഡിനേറ്ററാണ്. ഈ നവരാജ് സുബേദിയെ വീട്ടുതടങ്കലിലാക്കിയെന്നൊരു പുതിയ റിപ്പോർട്ട് കൂടി നമുക്കിപ്പോൾ ലഭ്യമാവുകയാണ്. ഏതാണ്ട് നിരവധി വീടുകൾക്കും ഒപ്പം കടകൾക്കും ഒക്കെ ഈ പ്രതിഷേധക്കാർ പിന്നീട് തീയിടുകയും അവിടെയൊക്കെ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. നിരവധി വാഹനങ്ങൾ നിരത്തിൽ ആക്രമിക്കപ്പെട്ടു. ഇതൊക്കെ തുടർന്നാണ് ഇപ്പോൾ ഏതാണ്ട് 51 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സുരക്ഷ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ആ മേഖലയിൽ. ഹാഷ്മി. ഓക്കെ, വിനിത വിജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. രാജഭരണം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നേപ്പാളിലെ സമരം എന്ന് പറഞ്ഞാൽ അത് ആൾക്കാരുടെ മരണത്തിലേക്ക്, കലാപത്തിലേക്ക് നയിക്കുന്നതിനായിട്ടുണ്ട്, അടിച്ചമർത്തുന്നുണ്ട് എന്ന് തോന്നുന്നു.